കുട്ടികളും നാട്ടുകാരൊക്കെയാണ് താമസിക്കുന്ന കുഞ്ഞുങ്ങളെ സ്കൂളുകളിൽ പോവാണ്. ഇനി നമുക്കൊരു കുളിസീൻ കാണാം കേട്ടോ. ഇതാണ് മിന്ന ആൾ കുളിക്കാണ്. ഞങ്ങളുടെ കുളിസീൻ കാണാൻ മിന്നാടെ അടിപൊളി മഴയും വരുന്നുണ്ട് കേട്ടോ. മഴത്തൊക്കെ വരാൻ പറ്റിയ സ്ഥലമല്ലേ, അടിപൊളി വൈബും കാടും മഴയും ആനയും. ഇവിടെ എപ്പോഴും മഴ നമുക്ക് എക്സ്പെക്ട് ചെയ്യാത്ത വരുന്ന ഒരു കാര്യമാണ്. മഴ എപ്പോഴും വരുന്ന ഇവിടെ മഴ നമുക്ക് എപ്പോ വേണോ പ്രതീക്ഷിക്കാം. അങ്ങനെ ക്ലൈമറ്റ് ചേഞ്ചോ കാര്യങ്ങളൊന്നും വരത്തില്ല. എപ്പോ വേണോ മഴ വരും. ഇതിപ്പോ നമ്മള് മിന്ന കുളിക്കുന്നുണ്ട്. നല്ല മഴയും ഉണ്ട് ഇവിടെ. മഴയത്താണ് ആള് കുളിക്കുന്നത്. ഇവിടെ മഴ എപ്പോ വേണോ വരുന്ന ഒരു കാര്യമാണ്. അങ്ങനെ ക്ലൈമറ്റ് ചേഞ്ചോ കാര്യങ്ങളോ ഒന്നും ഇവിടെ വരത്തില്ല. മഴ നമുക്ക് എപ്പോ വേണോ പ്രതീക്ഷിക്കാം. അപ്പൊ ഇവിടെ വരുമ്പോ അതും ഒന്ന് ശ്രദ്ധിക്കണം. പറഞ്ഞു അവിടെ വേറൊരാള് നിന്ന് കുളിക്കുന്നുണ്ട്. രാജശ്രീ ആളുടെ പേരാണ് രാജശ്രീ. കാണാൻ ചിലർക്ക് കാണാൻ പറ്റുമായിരിക്കും. ആളിങ്ങനെ ഈ ചില്ലകളുടെ ഇടയിലൊക്കെ മറഞ്ഞു നിൽക്കുന്നതുകൊണ്ട് കാണാൻ പറ്റാത്തതാണ്. അവിടെ ആളുണ്ട്. സോറി, പ്രൈവസി ഉണ്ട്. പ്രൈവസി ഉണ്ട്. പെൺകുട്ടികൾക്ക് വളരെ പ്രൈവസി ഉണ്ട്. നീയാണ് ആ പ്രൈവസി കടന്ന് അവിടെ ചെയ്യുന്നത്. തെറ്റിവന്റെ ഭാഗത്താണ്. പെൺകുട്ടികളാകുമ്പോ ചില്ലകൾക്ക് ഒരു പ്രൈവസി ഉണ്ട് അവർക്ക് കുളിക്കാൻ. പിന്നെ ഫുഡ് കഴിക്കുകയാണ് കേട്ടോ. മിന്നിയുടെ ഫുഡ് കഴിക്കുന്ന ടൈമാണ്. അപ്പാന് ഫുഡ് കൊടുക്കുന്ന ആള് മിന്നിനുള്ള ഫുഡൊക്കെ കുഴച്ച് കൊടുക്കുവാണ്. നമുക്ക് അടുത്തോട്ട് ചെല്ലാനുള്ള പെർമിഷൻ ഇല്ല. നമുക്ക് ഇവിടെ ഗേറ്റ് ഉണ്ട്. ഇതിനപ്പുറത്തോട്ട് അകത്തോട്ട് കിടത്തി വിടത്തില്ല. അതുകൊണ്ട് ഇവിടെ നിന്ന് മാത്രമേ നമുക്ക് വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അവിടെ അമ്മ ഉണ്ട്. ഇവിടെ മിന്നു അവിടെയാണ്. ഇത് രാജശ്രീ. അതാണല്ലേ മിന്നു. അത് രാജശ്രീ. ഇത് മിന്നു. ഓ സോറി. അപ്പൊ അത് രാജശ്രീ, ഇത് മിന്നു. അതെ. ഇത് പൊടിച്ചിയാണല്ലേ. സോറി, പേരെല്ലാം കൂടെ മാറിപ്പോ. അത് അമ്മു, ഇത് പൊടിച്ചി, അത് മിന്ന. ഇവിടെ ട്രിവാൻഡ്രത്തിൽ നിന്ന് വരാനായിട്ട് ബസ്സുണ്ട്. ട്രിവാൻഡ്രത്ത് കാപ്പുകാട് എന്ന് പറഞ്ഞ ബസ് ഉണ്ടാവും. ഇവിടെ ട്രിവാൻഡ്രത്തിൽ നിന്ന് വരാനായിട്ട് കോട്ടൂർ കാപ്പുകാട് എന്നുള്ള ബസ്സിൽ കയറിയിട്ടാണ് നമ്മളിവിടെ ട്രിവാൻഡ്രത്ത് നിന്ന് വരേണ്ടത്, ഇവിടേക്ക് വരേണ്ടത്. മരപ്പട്ടിക്ക് താമസിക്കാൻ ഇവിടുന്ന് അങ്ങോട്ടാണ് നമ്മൾ ആനയെ കാണാൻ പോയത്. ഇവിടെ ഈ നമ്മൾ വരുന്ന വഴിക്ക് ഇവിടെ ഈ കുഴി കണക്ക് കിടങ്ങോ അങ്ങനെ എന്തോ പറയും. അപ്പൊ കുഴി കണക്ക് ഇവിടുന്ന് അങ്ങ് വരെ റൗണ്ട് ചെയ്ത് കുഴിച്ചു വെച്ചിട്ടുണ്ട്. അത് എന്തിനാന്ന് വെച്ചാൽ ഈ വന്യമൃഗങ്ങളൊന്നും വരുമ്പോ, ഈ ആന, പന്നി പോലുള്ള വന്യമൃഗങ്ങൾ വരുമ്പോ അതൊന്നും ഇങ്ങോട്ട് പ്രവേശിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കുഴിയൊക്കെ ചെയ്തു വെച്ചേക്കുന്നത്. നമുക്ക് അങ്ങോട്ട് പോയി ബാക്കി എന്താന്ന് വെച്ചാൽ അത് കാണാം. ഒരു കുരങ്ങൻ കുഞ്ഞയ്യോ അവ ഓടിപ്പോയി. ഇത് ഇവിടുത്തെ തന്നെ ഈ ആനത്താവളത്തിൽ തന്നെ ഉള്ള ഒരു ഓഡിറ്റോറിയം ആണിത്. നേരത്തെ അതുവഴിയാണ് അതുവഴിയാണ് നമ്മൾ നേരത്തെ നടന്നു വന്നത് കേട്ടോ. അവിടെയാണ് നമ്മൾ മറ്റേ റാണിയോ ആനയുടെ പേരെന്തായിരുന്നു, അവിടെ ഒരു ആനയെ കണ്ടില്ല, അത് അവിടെയാണ് കണ്ടത്. അതുവഴിയാണ് നമ്മൾ നടന്ന് നേരെ അങ്ങ് താഴോട്ട് പോയത്. അതിന്റെ ഇപ്പുറത്തെ വഴി കൂടെ നമ്മൾ തിരിച്ച് നടന്നു വന്നു. ഇത് ആനപ്പുറത്ത് കേറേണ്ട സ്ഥലമാണ്. പക്ഷെ കെട്ടിയിരിക്കുന്ന എന്റെ ആനയുടെ കല്യാണ മണ്ഡപം പോലെയുണ്ട്. ആനപ്പുറത്ത് കേറേണ്ടേ, അതാണ് കല്യാണ മണ്ഡപം അല്ലേ? അതാണ് ആനയുടെ കല്യാണ മണ്ഡപം.
നമുക്ക് ആനയുടെ മേളിൽ കയറി യാത്ര ചെയ്യാൻ റൈഡ് പറ്റും. ചെയ്യാൻ പറ്റും. ആണല്ലേ? ഇതുവരെ ആനപ്പുറത്ത് കയറിയിട്ടില്ല. നിനക്ക് കയറണ്ടേ ആനപ്പുറത്ത്? ഞാനും കയറിയിട്ടില്ല. ഒരു ദിവസം കയറാൻ. ഇവിടെ വന്നാൽ കയറാം. എത്രയാണ് ചോദിക്കും ഇതിന് കയറാൻ. ഇതുവഴി മുമ്പ് ഇവിടെ ആനയുടെ പുറത്ത് കയറി യാത്ര ചെയ്യാൻ പറ്റുന്നൊരു സെറ്റപ്പ്, ചെറിയൊരു റൈഡ് കണക്ക് ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പം ഇതില്ല. ഈ ഇവിടുത്തെ ചേച്ചിമാരാണ്, ഇവരാണ് നമുക്കിവിടെ നമ്മൾ ഓരോ സ്ഥലത്തേക്ക് എത്തുമ്പോഴും വഴി പറഞ്ഞു തരുന്നത് ഇവരാണ്. നേരത്തെ ആന പാർക്കില് വന്നിട്ടുള്ളവർക്കറിയാം ഇതായിരുന്നു ആദ്യത്തെ വഴി. ഇതാണ് ആദ്യത്തെ വഴി. പിന്നെ ബാക്കിയെല്ലാം ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ട് വന്ന വഴിയാണ്. ഈ ഒരു വഴിയായിരുന്നു ആന പാർക്കിലേക്ക് പോകാനുള്ളതും. ഇവിടെയായിരുന്നു ബാക്കി ആനകളെയൊക്കെ ഇത് കെട്ടിയിരുന്നത്. ഇപ്പോൾ ഓരോരുത്തർക്ക് ഓരോ പ്ലേസ് കണ്ടെത്തി കുറച്ചും കൂടെ നല്ല ട്രക്കിങ്ങിനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ടുള്ള പ്ലേസ് വച്ചിട്ടുണ്ട്. വളരെ മനോഹരമായിട്ട് തന്നെ അവരിതെല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷെ രാവണ പ്രഫുലവും പറയുക ഇതാണ് നമ്മൾ ഇത്രയും നേരം അന്വേഷിച്ചുകൊണ്ടിരുന്നത്, ക്യാൻറ്റീൻ. അപ്പൊ ഹാവ് എ ടീ ബ്രേക്ക്. ഇവിടെ കണ്ടോ നമ്മളിപ്പോ ഇരിക്കുന്ന സ്ഥലം കണ്ടോ? ഇത് പണ്ട് ഇങ്ങനെയല്ലായിരുന്നു. ഇതിന്റെ ഫ്രണ്ടിലേക്ക് നോക്കിക്കേ, അവിടെ ആനകൾക്ക് ഫുഡ് കൊടുത്തിട്ട് ഇങ്ങനെ കൊണ്ട് നിരത്തി കെട്ടും. ഇങ്ങനെ നിരത്തി ഇവിടെ ഇങ്ങനെ കെട്ടിയതിന് ശേഷമാണ് ആനകൾക്ക് ഫുഡ് ഇങ്ങനെ കൊടുക്കുന്നത്. അത് കാണാനായിട്ട് ഇതാ ഇങ്ങനെ ഗാലറി സെറ്റ് ചെയ്തിരിക്കുന്നുണ്ടോ? പണ്ട് ഇവിടെ നിന്നായിരുന്നു കാണേണ്ടത്. അതങ്ങ് മുകളില് ഇങ്ങനെ കുറെ തൂണുകളിൽ കൊണ്ട് ഇങ്ങനെ നിരത്തി കെട്ടും. അത് നിന്നായിരുന്നു നമ്മളത് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഈ ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ട് വന്നതാണ് ഇതെല്ലാം. ഇപ്പൊ നമുക്ക് ഇവിടെ വന്നിട്ട് ഇരുന്ന് വളരെ വിശാലമായിട്ട് ആനകളെ ഇവിടെ ഫുഡ് ഇപ്പൊ അവര് പറഞ്ഞില്ലേ രാവിലെ, ചിലപ്പോ രാവിലെ ആയിരിക്കും, അല്ലെങ്കിൽ 3 മണി. ഞായറാഴ്ച ദിവസമൊക്കെ ആകുമ്പോൾ 3 മണിക്ക് അവർ കറക്റ്റ് ആയിട്ട് ഇവിടെ കൊണ്ട് നിരത്തി കെട്ടി ആനകൾക്ക് ഫുഡ് കൊടുക്കും. അപ്പൊ നമ്മൾക്ക് ഇവിടെ വന്നിരുന്ന് വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റും. നമ്മൾ വന്ന് താമസിച്ചു പോയി. അതാണ് നമുക്ക് പറ്റിയത്. ഇനി നമുക്ക് എപ്പോഴെങ്കിലും വന്നിട്ടേ ആ ഫുഡ് കൊടുക്കുന്ന ഇതും കൂടെ കാണാം. തീർച്ചയായിട്ടും പറഞ്ഞില്ലേ ഏറ്റവും പ്രായം കൂടിയ ആന സോമൻ, 86 വയസ്സ്. നേരത്തെ ഒരു ആന ഉണ്ടായിരുന്നു ഇവിടെ പ്രായം കൂടിയ, അത് ചെരിഞ്ഞു പോയി. കൊമ്പൊക്കെ മുറിച്ചേക്കുന്നില്ല. അതാ കൊമ്പ് മുറിച്ച് 86 വയസ്സ്. മതിയോ? ഇവിടെ നൂറ്റാണ്ടുകൾക്ക് മുന്നേ തന്നെ ഇവിടെ എന്റെ അടുത്താണ്. ഇവിടെ നൂറ്റാണ്ടുകൾക്ക് മുന്നേ തന്നെ ഇവിടെ മൂന്നാനക്കുഴി, അങ്ങനെ ഇതിന്റെ തൊട്ടപ്പുറത്തൊരു സ്ഥലമാണ് മൂന്നാനക്കുഴി. അങ്ങനെ ആനകളെ കുഴിയിലാക്കി അതിനെ മെരുക്കി നാട്ടാന ആക്കി മെരുക്കിയെടുക്കുന്ന ഒരു പ്ലേസ് ആയിരുന്നു ഈ കോട്ടൂർ ആനക്കൊട്ടിൽ എന്ന് പറയുന്നത്. അതിപ്പോ വളർന്ന് വളരെ ഫേമസ് ആയ ആന പാർക്കായി മാറി. കണ്ടില്ലേ, നിങ്ങൾ തന്നെ കണ്ടായിരുന്നില്ലേ എന്തൊക്കെ ഡെവലപ്മെന്റ്സ് ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ഇവിടെ പണ്ട് വരുന്നവർക്കറിയാം ഇവിടെ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. ഇപ്പം നോക്കിക്കേ, വളരെ വലിയൊരു പദ്ധതി തന്നെയാണ് നമുക്ക് എലിഫന്റ് റീഹാബിലിറ്റേഷൻ സെന്ററിൽ സർക്കാർ നമുക്ക് വേണ്ടി കൊണ്ടുവന്നതും. ഇനി ഇത് കുറെ കൂടെ ഡെവലപ്പായി ഇവിടെ കുറെ സംവിധാനങ്ങൾ വരാനുള്ള പ്രോസസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ തന്നെ ഒരു വെറ്റിനറി ഹോസ്പിറ്റൽ കാര്യങ്ങൾ എല്ലാം വരാനുള്ള ബിൽഡിംഗ് ഒക്കെ ഇവിടെ ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിന്റെ ഡെവലപ്മെന്റ്സ് ഫുള്ളായിട്ട് നമ്മൾ ഒരു വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും. പിന്നെ ഇതെല്ലാം ഞാൻ ഇത്ര വിശദമായിട്ട് ഓരോന്നായിട്ട് പറഞ്ഞു തരാൻ കാരണം എൻ്റെ വീട് ഇതിൻ്റെ തൊട്ടടുത്താണ്. ഏകദേശം ആനപ്പാർക്കിൽ നിന്ന് 1 കിലോമീറ്റർ വ്യത്യാസമേ ഉള്ളൂ എൻ്റെ വീട്ടിലേക്ക് പോകാൻ. ഇവിടെ ക്വാർട്ടേഴ്സും കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട്. എനിക്ക് തോന്നുന്നു ഇനി ഇവിടുത്തെ ആനപ്പാപ്പാമാർക്ക് താമസിക്കാനാണോ ഇവിടെ ടൂറിസ്റ്റ് വന്ന് താമസിക്കുമെന്ന് എനിക്കറിയില്ല. അതിനെപ്പറ്റി വലിയ പിടുത്തമില്ല. എന്നാലും നമുക്ക് ചോദിച്ചു നോക്കിയാൽ അറിയാം ഇവിടെ ഏതാണൊക്കെ ടൂറിസ്റ്റുകൾ വന്ന് താമസിക്കുമോ ഇല്ലയോ എന്തോ. പക്ഷേ ഇവിടുത്തെ ആനപ്പാപ്പാമാർക്ക് ഉള്ള ക്വാർട്ടേഴ്സും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ ഉള്ളത്. അവരുടെ താമസ സ്ഥലവും എല്ലാം ആണ്. അതുകൊണ്ട് ഈ ബാക്കിൽ കാണുന്നത് അതൊക്കെയാണ്. ഈ കാണുന്നതൊക്കെ ഇവിടുത്തെ ഫാമിലി ക്വാർട്ടേഴ്സാണ്. ഇവിടുത്തെ തന്നെ സ്റ്റാഫുകൾക്കും ആനപ്പാപ്പമാർക്കും താമസിക്കാനുള്ള സെറ്റപ്പാണ്, സൗകര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. വെളിയിൽ നിന്ന് അങ്ങനെ ആൾക്കാർ വന്ന് താമസിക്കുന്ന കുറവാണ്. ഇവിടുത്തെ ചേട്ടനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇതൊക്കെ ഇവർക്ക് തന്നെയുള്ള ഫാമിലി ക്വാർട്ടേഴ്സാണ് ഈ കാണുന്നതല്ല. ഇവിടെ മാത്രമല്ല, അങ്ങനെ താഴോട്ടൊക്കെ ഉണ്ട്, അവിടെയൊക്കെ താമസമുണ്ട്. ആ ബിൽഡിങ്ങിൽ താമസമില്ല.
ഇത് ഒരു ഫാമിലി ആയിട്ടാണ് ഇവിടെ എല്ലാവരും താമസിക്കുന്നത്. താഴോട്ട് ഇനി വേറെ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് എന്തായാലും അങ്ങോട്ട് പോവാം. ഇവിടെ ഒന്നും ഇപ്പോൾ തൽക്കാലം ആൾ താമസമൊന്നുമില്ല, അതുകൊണ്ടാണ് ഇവിടേക്ക് ഇങ്ങനെ കാട് പിടിച്ച് കിടക്കുന്നത്. എന്നാലും ബിൽഡിങ് നശിച്ചു പോയിട്ടൊന്നുമില്ല. എനിക്കൊന്ന് ഇപ്പോൾ ഈ അടുത്ത കാലത്തൊക്കെ പണിത് തീർത്ത ബിൽഡിംഗ് ആണെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഇത്രയും നീറ്റായിട്ട് കിടക്കുന്നത്. കാട് കയറി കിടക്കുന്നെങ്കിലും ബിൽഡിങ്ങിന് വേറെ ഡാമേജസും കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. എന്തായാലും ഒരുപാട് ഡെവലപ്മെൻറ്റ്സ് നടക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. ഇവിടുത്തെ വേറൊരു ക്വാർട്ടേഴ്സാണ്. അതായത് ഇവിടെ നിന്ന് ഡാമും കാര്യങ്ങളൊക്കെ കാണാം. അതെ, ഇവിടുന്ന് ഇതാ ഇടയ്ക്ക് പണ്ട് ഇവിടുത്തെ ഈ വെള്ളം വറ്റി ഇവിടെ ഫുള്ള് ഗ്രൗണ്ട് ആവുമെന്നാണ് ഇവിടുത്തെ ചേട്ടന്മാരൊക്കെ പറഞ്ഞത്. അങ്ങ് അവിടെ ദ്വീപും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടുത്തെ ഇത് വേറൊരു ക്വാർട്ടേഴ്സാണ്. നല്ല അടിപൊളി, നമുക്ക് റീലെടുക്കാനും ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ സ്ഥലമാണ് കേട്ടോ. ആരെങ്കിലുമൊക്കെ ട്രിവാൻഡ്രത്തോട്ടൊക്കെ വരുന്നുണ്ടെങ്കിൽ എന്തായാലും ഇവിടെ ഒന്ന് വിസിറ്റ് ചെയ്യുക. അവിടെ ആനയും കാര്യങ്ങളൊന്നുമില്ല, എന്നാലും ഭയങ്കര രസമാണ്. നമുക്ക് വന്ന് ഫ്രണ്ട്സും ഫാമിലി ആയിട്ടൊക്കെ വന്ന് ടൈമൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ അടിപൊളി ഒരു പ്ലേസാണ് കേട്ടോ. ഇന്ന് ഞങ്ങൾ 3 പേരേ ഉള്ളൂ. ബാക്കി 2-3 പേരൂടെ ഉണ്ടായിരുന്നു. നിങ്ങൾ നമ്മളെ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടു കാണും. ജിജോ, ജിഷ്ണു, സ്വാശ്രീ അവരൊക്കെ പല സ്ഥലത്തായിട്ടാണ്. കണ്ണൂർ, കൊല്ലത്തൊക്കെയാണ്. അപ്പോൾ അവർക്ക് ജോലിയുടെ കാര്യം കൊണ്ട് ബുദ്ധിമുട്ട് കൊണ്ട് വരാൻ പറ്റിയില്ല. അപ്പം ഞങ്ങൾ ചുമ്മാ ഇരുന്നപ്പോൾ ഒന്ന് ഇറങ്ങാമെന്ന് കരുതി ഇറങ്ങിയതാണ്. ഞങ്ങളിതിന് മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട്. ഞങ്ങൾ കോട്ടൂർ വരുന്ന ആദ്യമായിട്ടല്ല, കോട്ടൂർ വേറൊരു കുറേ വർക്കിൻ്റെ കാര്യങ്ങളായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെന്തായാലും ട്രിവാൻഡ്രത്ത് വരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കോട്ടൂരും ഈ ആനപ്പാർക്കും കാര്യങ്ങളെല്ലാം വിസിറ്റ് ചെയ്യുക. അവിടെ ഫോട്ടോഷൂട്ടും കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അവിടെ ബോട്ടിംഗ് ഉണ്ട്. ബോട്ടിംഗ് ഒക്കെ കഴിഞ്ഞെന്ന് തോന്നുന്നു, അറിയില്ല കേട്ടോ. അവിടെ ബോട്ടിങ്ങിന് ഉള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതേ പാർക്ക്, അവിടെ ഊഞ്ഞാലാണ് ആൾക്കാരൊക്കെ കണ്ടോ. ഇതൊറ്റ കൊട്ടയാണ്, കൊട്ട വഞ്ചി എന്ന് പറയില്ലേ, അതാണ് സെറ്റപ്പ്. എന്നെ എടാ എന്നെ അതിന് വെള്ളത്തിനകത്തോട്ട് തള്ളിയിടരുത്. എന്നെങ്കിലും ഏറി കയറാനുള്ള ഭാഗ്യം വരട്ടെ അല്ലേ നമുക്ക് എല്ലാവർക്കും. എന്നെങ്കിലും ഏറി കയറാൻ നിന്റെ ഈ വീഡിയോ കാണുമ്പോ തന്നെ നീ ഏറി കയറിക്കോളും. അതിനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. നിങ്ങൾ അപ്പുറത്ത് കാണുന്നത് ഒരു ദ്വീപാണ്. മുമ്പ് നമുക്ക് ആ ദ്വീപിൽ പോകണമെങ്കിൽ ഈ വെള്ളമൊക്കെ മുമ്പ് പറ്റുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ വെള്ളം പറ്റിയ ശേഷം മാത്രമേ നമുക്ക് പണ്ട് ആ ദ്വീപിലേക്ക് പോകാൻ പറ്റൂ. പക്ഷേ ഇപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാൻ വേണ്ടി മണ്ണൊക്കെ ഇട്ട് വഴിയൊക്കെ ഫോറസ്റ്റുകാർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ചെറിയ ട്രക്കിങ്ങും പരിപാടിയൊക്കെ ഉണ്ട്. ഇപ്പം അതില്ല, ഉണ്ട്. നമുക്ക് അകത്ത് കയറി ഫുള്ള് ഫോറസ്റ്റും കാര്യങ്ങളൊക്കെ കാണാനുള്ള എല്ലാ സെറ്റപ്പും കൂടെ ഉണ്ട്. ഫോറസ്റ്റ് വൈബൊക്കെ ഇഷ്ടമുള്ളവർക്ക് കാണാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ. ചേച്ചി പുസ്തകമൊന്നും വായിക്കാറില്ല, എന്നാലും ചുമ്മാ ഷോ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിന്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുന്നത്. അതെ, ബുക്ക് റീഡിങ്ങിന് പറ്റുന്നവർക്കൊക്കെ ബുക്ക് റീഡിങ് താല്പര്യം ഇല്ലാത്തവർക്ക് ബുക്കൊക്കെ കൊണ്ടുവന്ന് ഫോട്ടോ എടുക്കാം. നല്ല വിന്റേജ് ഫോട്ടോസൊക്കെ എടുക്കാം. ബുക്കൊക്കെ വായിക്കുന്നു, പേജ് മറിച്ച് നോക്കാം, പടം നോക്കിയിട്ട് വെക്കാം നമ്മളെ പോലെ. ഈ കാണുന്നതാണ് തുളസി വനം. കണ്ടോ, 30 തരം തുളസികളാണ് ഇവിടെ ഉള്ളത്. അപ്പം അശ്വിനെ, എടാ എങ്ങനെയുണ്ടടാ നമ്മുടെ സ്ഥലം? സ്ഥലമൊക്കെ അടിപൊളി സ്ഥലം. ഇവിടെ ഇങ്ങോട്ട് ആദ്യമായിട്ടാ വരുന്നത്. അപ്പം എനിക്ക് ഈ ഫോറസ്റ്റ് വൈബൊക്കെ ഭയങ്കര ഇഷ്ടം, അതുകൊണ്ട്. അതെ, ഇത് ഒരു ദിവസം കൊണ്ട് കണ്ടു തീർക്കാൻ പറ്റുന്ന ഒരു പ്ലേസ് അല്ല കോട്ടൂർ എന്ന് പറയുന്നത്. ഒരുപാട് നമ്മൾ വന്നിട്ട് തന്നെ ഒരുപാട് സമയമായി. അതെ, ഇത് നമുക്ക് അപ്പോൾ ഇനിയും പാർട്ടായിട്ട് ഇത് കാണാം.
നമുക്ക് വേറൊരു വീഡിയോ കാണാം. ബൈ. ബൈ. നിങ്ങൾ വനത്തി മഴ പെയ്യുന്ന കണ്ടിട്ടുണ്ടോ? അവിടെ മഴയുണ്ട്. ഇവിടെ മഴയില്ല കണ്ടോ. ഇവിടെ ചെറിയൊരു പൊടിച്ചിൽ മാത്രമേ ഉള്ളൂ. പക്ഷെ അവിടെ നല്ല അടിപൊളി മഴ പെയ്യുന്നുണ്ട്. അവിടെ വനത്തിനകത്ത് വനത്തിലാണ് ഫസ്റ്റ് മഴ പെയ്യുന്നത്. അവിടെ നിന്നാണ് പിന്നെ നമുക്ക് മഴ ഇങ്ങോട്ടേക്ക് കിട്ടുന്നത്. അതാണ് നമ്മൾ കാണുന്നത്. വനത്തിൽ മഴ പെയ്യുന്നത്. വനത്തിൽ മഴ പെയ്യുമ്പോൾ ഇപ്പൊ ഇവിടെ ചെറുതായിട്ട് പെയ്യുന്നുണ്ട്. പക്ഷെ അവിടെ നല്ല അടിപൊളിയായിട്ട് മഴ പെയ്യുന്നു. അതല്ല, മഴയാണ്